നീ എന്റെ വീട്ടിൽ പോയിരുന്നോ? ആ എന്താ സെഫിന്റെ മക്കളെയൊക്കെ സ്ഥിതി? സുഖാണ്. ഇതാ സഫിയാത്തന്റെയും കുട്ടികളെയും കത്തുകളാ. ഇതാ കുറച്ച് അച്ചാറും തന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആരുടെ കഥ ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി. എൻ്റെ മനസ്സ് നിറയുന്നൊരു സമയമാണ് ഇപ്പോൾ സുബേരെ. ഇത് കണ്ടോ, ഇതെൻ്റെ ഇളയ മോളുടെ കഥ. എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ട് അയച്ചാൽ മതി. പക്ഷേ ഒരാൾ എഴുതിയത് വേറൊരാൾ വായിക്കുന്നൊരു പേടി, സംശയം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ട് അയക്കുക. നിനക്കറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഈ എരമേൽ കവറാണ്. കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക. ഛേ, ഞാനെന്ത് മണ്ടനാ, നിനക്കറിയാത്ത കാര്യം പോലെയാ. സന്തോഷം കൊണ്ടാ. ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല, ഒറ്റക്കിരുന്ന് വായിക്കണം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. പിന്നെ കൂടുതലൊക്കെ എൻ്റെ റൂമിൽ ചെന്നിട്ടാവാ. ഞാൻ രാത്രി വരാം. എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നത് വരെ എൻ്റെ റൂമിൽ തങ്ങാനല്ലേ. ഇന്ന് പറ്റില്ല. അത് ശരിയാക്കാം. ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി. നിങ്ങളുണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്നിട്ട് സുബൈറെ ഉഷാറല്ലേ? നീ ഇപ്പൊ ബന്ധ ഏതായാലും നന്നായി. സുബൈറിനൊരു കൂട്ടായല്ലോ. ഒരു കാര്യം തന്നെയും പീടികയിൽ കാതർ മാത്രമേ ഉള്ളൂ, പോയേ പറ്റൂ. ഇതവിടെ ഇരുന്നോട്ടെ, ബാഗിൽ ഇതെന്തൊരു പൊതി. അത് അച്ചാറ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാ. നാട്ടുകാരെ വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. എനിക്കിപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. ഈ ഇത് ബാഗിൽ വെച്ചോ, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അത് ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാ ഇരിക്കു സുബൈറെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ ആളെ വിട്ടത് ഞാൻ അല്പം തിരക്കിലായി പോയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. വല്ലതും കഴിച്ചോ? യൂസുഫ്ക്ക് മറന്നുപോയതാ, അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കിയിട്ടേ മൂപ്പര് പോകൂ. കത്ത് കൊടുത്തുകൊണ്ടാണ് മൂപ്പര് മറന്നുപോയത്. അല്ല അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിലെ ആദ്യത്തെ ഭക്ഷണം എൻ്റെ കൂടെ ആവട്ടെ. എന്താ?